ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. മക്കളെ, ഒന്നിലധികം ജില്ലകളിൽ അപേക്ഷിച്ച കുട്ടികൾ ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? വളരെ കൺഫ്യൂഷൻസ്, ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. ഒന്നിലധികം ജില്ലകളിൽ ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി. ഏത് ജില്ലയിലാണ് അഡ്മിഷൻ എടുക്കേണ്ടത്? 2 ജില്ലയിലും ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ മക്കളെ കയ്യിലുണ്ട്. അതൊക്കെ സോൾവ് ചെയ്യാൻ പോവാണ്. പറയും. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നിലധികം ജില്ലകളിൽ കിട്ടി, അതായത് 2 ജില്ലയിൽ ഇപ്പൊ അറ്റ് എ ടൈം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ജില്ലയിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി മറ്റേ ജില്ല എന്താകും? റദ്ദാകും, ക്യാൻസൽ ആകും. മക്കളെ മിക്കവാറും ഡൗട്ടിലും രണ്ടിലും പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കുക, എന്നിട്ട് ഹയർ ഓപ്ഷന് 2 ജില്ലയിലേക്കും കൊടുക്കുക. ആ ഒരു ഓപ്ഷൻ ഇല്ല എന്നാണ് അല്ലേ പറയുന്നത്. 2 ജില്ലയിലും ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു ജില്ലയിൽ മാത്രമേ അഡ്മിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അതേസമയം ആ ജില്ലയിൽ അഡ്മിഷൻ ടെമ്പററി ആയിക്കോട്ടെ പെർമനന്റ് ആയിക്കോട്ടെ, അഡ്മിഷൻ എടുക്കുമ്പോൾ മറ്റേ ജില്ലയിൽ ഓട്ടോമാറ്റിക്കലി അത് ക്യാൻസൽ ആവും. പിന്നീട് ആ ജില്ലയിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ 2 ജില്ലയിൽ കൊടുത്തിട്ടുണ്ട്, ബട്ട് നിലവിൽ ഒറ്റ ജില്ലയിലേ കിട്ടിയിട്ടുള്ളൂ. ഇപ്പൊ കോഴിക്കോട് മലപ്പുറവും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മലപ്പുറത്ത് മാത്രമാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് മലപ്പുറത്ത് പോയിട്ട് ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യാം. അപ്പൊ അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കോഴിക്കോട് കിട്ടുകയാണെങ്കിൽ പുതിയതായിട്ട് കിട്ടിയത് സ്വീകരിക്കാൻ ഓപ്ഷൻ ഉണ്ട്. ഹയർ ഓപ്ഷനിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. രണ്ടും കൂടി ഒരുമിച്ച് കിട്ടിയാലാണ് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? റെഡി അല്ലേ? അപ്പൊ ആദ്യ ജില്ലയിൽ ഇപ്പൊ രണ്ടാമത് കോഴിക്കോട് കിട്ടിയപ്പോ നിങ്ങൾ കോഴിക്കോട് പോയി ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മലപ്പുറത്ത് ആദ്യം കിട്ടിയ ജില്ലയിലെ ഓപ്ഷൻസ് തനിയെ റദ്ദാകും എന്ന് അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റു ജില്ലകളിലേക്ക് അപേക്ഷിച്ച കുട്ടികളുടെ എണ്ണം നമുക്ക് നോക്കാം. അതായത് ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് അപേക്ഷിച്ച 43,735 പേരാണ് മറ്റ് ജില്ല, ഒരു ജില്ലയിൽ നിന്നും വേറെ ജില്ലയിലേക്ക് ജില്ല മാറി അപേക്ഷിച്ച കുട്ടികളുടെ എണ്ണമാണ് കേട്ടോ. 43,735 ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് മലപ്പുറം ജില്ലയിൽ 8,213 പേർ. ഏറ്റവും കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഏറ്റവും കൂടുതൽ ആപ്ലിക്കേറ്റ് ഉള്ളതും ഏറ്റവും കൂടുതൽ സീറ്റ് ക്ഷാമം നേരിടുന്ന ജില്ലയും മലപ്പുറം ജില്ലയാണ്. ആ ജില്ലയിലേക്ക് തന്നെയാണ് പുതിയത് കൊടുക്കാം, പഴയത് റീഅറേഞ്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു പല കുട്ടികളും ഇപ്പൊ വീണ്ടും ചോദിക്കുന്നുണ്ട് എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. നിലവിൽ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാൻ മാത്രമേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. എഡിറ്റിംഗ് ഓപ്ഷൻ ഇല്ല. എഡിറ്റിംഗ് കഴിഞ്ഞു. എഡിറ്റിംഗ് ഓപ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ട്രയൽ അലോട്ട്മെന്റ് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിരിക്കുന്നു അല്ലേ? അപ്പൊ ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചോദിക്കാം, ബോക്സിൽ ചോദിക്കാം. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തരും. അതുപോലെ തന്നെ മക്കൾക്ക് ഇപ്പം സയൻസ് സ്ട്രീം ആഗ്രഹിച്ച കുട്ടികളുണ്ടാവും. A+ കുറഞ്ഞത് കൊണ്ട് എന്ത് ചെയ്യുക, സയൻസ് സ്ട്രീം കിട്ടാത്ത മക്കളുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആർക്കനെക്സിന്റെ ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ +1 +2 പഠനത്തോടൊപ്പം നീറ്റ് ബാർ JEE ക്രാക്ക് ചെയ്യാനുള്ള ഒരു നിങ്ങൾക്ക് ഒരു പ്ലാനുമായിട്ട് നമ്മൾ 2 വർഷത്തെ കംപ്ലീറ്റ് പ്ലാനുകളും ബയോളജി സയൻസ് വേണ്ടവർക്ക് അത് ഒപ്റ്റ് ചെയ്യാം, കമ്പ്യൂട്ടർ സയൻസ് വേണ്ട കുട്ടികൾക്ക് അത് ഒപ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സയൻസ് സ്ട്രീം തന്നെ ചൂസ് ചെയ്ത് അല്ലെ നമ്മൾ ഇന്റഗ്രേറ്റഡ് അത്രയും സെറ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ട്യൂഷന് പോകേണ്ടി +1 +2 പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ട്യൂഷനൊക്കെ പോയി പഠിക്കുന്ന കുട്ടികളുണ്ടാവും. ഇതൊന്നും വേണ്ട ആവശ്യമില്ല. ട്യൂഷനും എൻട്രൻസും എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആർക്കനെക്സിന്റെ ഇന്റഗ്രേറ്റഡ് സ്കൂൾ നിങ്ങൾ എങ്ങനെയാണോ സ്കൂളിൽ ചേർന്ന് പഠിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒരു സ്കൂൾ അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അല്ലേ? വീണ്ടും കാണാം മക്കളെ. ബൈ.